മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 1957-ലും 60-ലും ഈ മണ്ഡലം ഉണ്ടായിരുന്നു. അന്ന് 1957-ലും 60-കളിലും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ NE ബാലറാം വിജയിച്ച മണ്ഡലമാണ്. പിന്നീടാണ് ഡിലിമിറ്റേഷൻ പ്രക്രിയയിൽ കൂടി അത് മട്ടന്നൂർ മണ്ഡലം ഇല്ലാതാകുന്നത്. അതിനുശേഷം പിന്നീട് 2011-ലാണ് വീണ്ടും ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ കൂടി മട്ടന്നൂർ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. 2011 EP ജയരാജൻ വലിയ ഭൂരിപക്ഷത്തിൽ CPM-ൻ്റെ നേതാവ് EP ജയരാജൻ ജയിക്കുന്നു. 2016-ലും വിജയം ആവർത്തിക്കുന്നു. 2021 KK ശൈലജ ടീച്ചർ അവിടുന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന് വിജയം കൊടുക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിന്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 60,000-ഓളം വരുന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KK ശൈലജ ടീച്ചർ 2021 അവിടെ വിജയിച്ചത്. അതിൽ നിന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലാത്ത മണ്ഡലമാണ്. ഏറ്റവും സേഫായിട്ട് ജയിക്കുന്ന, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന, ഇടതുപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. ഈ പ്രാവശ്യം അവിടെ ഒരു മണ്ഡലത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അതായത് മണ്ഡലത്തിൽ അത്രമാത്രം പരിചിതമല്ലാത്ത മുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം UDF അവിടുത്തെ ലോക്കൽ നേതാവായ ചന്ദ്ര തില്ലങ്കേരിയെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ്. അതുമാത്രമാണ് ആ മണ്ഡലത്തിന് ഈ വർഷത്തെ ഒരു പ്രത്യേകതയുള്ളത്. ഏതായാലും VK സനോജ്, DYFIയുടെ നേതാവായ VK സനോജ്, നാട്ടുകാരൻ കൂടിയായ VK സനോജ് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ ഉണ്ടാക്കിയ ആ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ എത്തുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത്.